ഇപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് സുധിച്ചേട്ടനെ അറിയാലോ. സുധിച്ചേട്ടൻ്റെ വൈഫായി റിലേറ്റ് ചെയ്തിട്ടാണ്. എനിക്ക് ചേച്ചിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കാമെന്ന് കരുതിയത്. സ്റ്റാർ മാജിക്കിലൊക്കെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? അപ്പം ആള് സെൽഫായിട്ട് കയറി വരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പുറമെ സംസാരം ഭയങ്കരമായിട്ട് പല രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇത് ചേച്ചി കാണാറുണ്ടോ രേണു സുധിയുമായി ബന്ധപ്പെട്ട കാര്യം? നമുക്ക് ആൾക്കാരുടെ വാ അടയ്ക്കാൻ പറ്റില്ല ഒരു തരത്തിലും നമുക്ക് ആരെയും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്കും ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, എന്നെയും ആരും ഉപദ്രവിക്കാതിരിക്കുക. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്കങ്ങനെ നേരെ പോവാം. ആ ആൾക്ക് ജീവിക്കാൻ ആളെന്നെ വേണ്ടേ കാശുണ്ടാക്കാനായിട്ട്? നിങ്ങൾ ആരും ഈ പറയുന്ന മെസ്സേജ് കമൻറ്റ് ഇട്ട് പോകുന്ന ഒരാളും പോയിട്ട് അവരുടെ ലൈഫ് നോക്കാനോ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഒന്നിനും പോകുന്നില്ല, ആരും മെനക്കെടാൻ പോകുന്നില്ല. അപ്പം അവരെങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോട്ട്. കാണേണ്ടവർ കണ്ടാൽ മതി, കാണാണ്ടാത്തവർ കാണണ്ട. അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടമല്ലേ. അപ്പം അത് അവർക്ക് എന്താണോ തോന്നുന്നത്, അവർക്ക് എന്താണോ ഇഷ്ടം, അത് അവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയും. അപ്പോൾ 3 ആളെ ഞാൻ വിളിച്ചിരുത്തുമ്പോഴും ഇതിന് പിന്നിൽ കൂടെ തന്നെ നിങ്ങളുടെ കൂടുതൽ കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പം അവരെക്കുറിച്ചൊന്ന് പറയാം. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ബിന്ദു ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ വിനയ ചേച്ചിയുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ഇവരുടെ ഒരു കാറ്റഗറി, ഏജ് ഓഫ് കാറ്റഗറിക്ക് വരുവാണെങ്കിൽ എനിക്ക് ശിശിര ഉണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരും അല്ലാതെ പറയുകയാണെങ്കിൽ ശിശിര, ഏഞ്ചൽ തോമസ്, ഏഞ്ചലിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ശ്രുതി, അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും, അതായത് നേരത്തെ സന്ധ്യ പറഞ്ഞതുപോലെ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും സ്ക്രീൻ സ്പേസ് കുറവാണ്, കോമ്പിനേഷൻസ് കുറവാണ്. പക്ഷെ അവർക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ, തഗ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രൊമിനൻസ് ഉണ്ട്, അവർക്ക് ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് സിനിമയിൽ നമുക്ക് പൊതുവെ നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സ്പേസ് ഇല്ല എന്ന്. അത് നമുക്ക് പല സിനിമയിലും, നമുക്ക് എല്ലാ സിനിമയിലും ചുമ്മാ സ്ത്രീകളെ കുത്തിക്കയറ്റാൻ പറ്റില്ല. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കഥ, ഈ സിനിമ കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ് ഈ സിനിമയിൽ. ടോട്ടൽ ഒരു ലിങ്ക് എല്ലാ ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ ഓരോ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ എക്സിക്യൂഷനും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു എക്സിക്യൂഷൻ ആയിരുന്നു. ബാലു തന്നെയാണ് ഇതിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എല്ലാം ഒരാൾ ചെയ്യും. അതായത് എസ്പെഷ്യലി ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒരാൾ വരുമ്പോൾ ആൾക്ക് കറക്റ്റായിട്ട് ആ സിനിമ എന്താണെന്ന്, ആളിന് കറക്റ്റായിട്ട് ഐഡിയ ഉണ്ടായിരുന്നു എന്താ സിനിമ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പാക്ഡ് ആയിട്ട് തീർക്കാനും ആൾക്ക് ഈസിയാണ്. ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ അനാവശ്യ ചെലവുകളില്ല, ആവശ്യത്തിന് ഉള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മോശം പറയാനുള്ള ഒന്നും ഉണ്ടാവില്ല. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ് തഗ് എന്ന് പറയുന്നത്. തഗ് ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ ഒരു കുട്ടി തഗ്ഗാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ജൂൺ 6-ാം തീയതി കാണാൻ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാക്കി ആളുകളിലേക്ക് എത്തിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാ എന്താണ് നമ്മളോട് പറയാം. ബാക്കി ആൾക്കാരും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി പറയണം. കാരണം ചെറിയ സിനിമയാണ്, നമുക്ക് വേറെ സപ്പോർട്ടൊന്നും കിട്ടാനില്ല, നിങ്ങളേ ഉള്ളൂ. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.